ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാവിൽ വെള്ളം ഊറുന്ന നല്ല നാടൻ സ്റ്റൈൽ ബീഫ് ബിരിയാണിയാണ് കേട്ടോ. റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ അതിലെ ബീഫ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു കുക്കറിലേക്ക് ബീഫ് ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് കുറച്ച് ഇടണം കേട്ടോ. അതും കൂടി ഇട്ടിട്ട് പാകത്തിന് വെള്ളം പാർന്നിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഒരു 4-5 വിസിൽ ആണ് കേട്ടോ ഞാൻ വേവിച്ചെടുത്തത്. ബീഫ് വേവാനായിട്ട് 4-5 വിസിൽ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ബീഫ് വേവുന്ന നേരം കൊണ്ട് നമുക്ക് ബിരിയാണിയിലേക്കുള്ള മസാല തയ്യാറാക്കാം കേട്ടോ. അതിന് ഞാനൊരു ബിരിയാണി പോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിലും നെയ്യും പാർന്നെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും അതുപോലെ തന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് സമയം ഒരു 5 മിനിറ്റൊക്കെ ഇങ്ങനെ അതിൽ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വല്യുള്ളി ഇടുന്നുണ്ട് കേട്ടോ. വല്യുള്ളി ഞാൻ ഇതിലേക്കൊരു 10 വല്യുള്ളിയിൽ എടുത്തിട്ടുണ്ടാവും. ഒരു ചെറുത് ഒരു മീഡിയം സൈസ് വല്യുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് 10 എടുത്തിട്ടുണ്ടാകും. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 8 തക്കാളിയും എടുത്തിട്ടുണ്ടാവും. ഈ ചെറിയ തക്കാളികളായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് 8 വലുതാണെങ്കിൽ ഞാനൊരു 5 അങ്ങനെയൊക്കെ ഞാൻ എടുക്കലുള്ളൂ. ഇവിടെ ഞങ്ങളെ വീട്ടിലെന്ന് പറഞ്ഞാൽ പൊതുവെ നല്ല മസാല വേണം കേട്ടോ. ബീഫ് ബിരിയാണിക്ക് പ്രത്യേകിച്ച് നല്ല മസാല വേണം. അതുകൊണ്ടാണ് ഞാൻ ഇത്ര തോനെ എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് കൂട്ടേ കുറക്കേ നിങ്ങൾ മസാലക്ക് അനുസരിച്ച് എങ്ങനെ വേണ്ട വെച്ചാൽ എടുക്കട്ടോ. പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം 5 മിനിറ്റ് വരെ മൂടിയൊക്കെ വെച്ച് വേവിച്ചു. എന്നിട്ട് അതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കുന്നുണ്ട് കേട്ടോ. മസാലപ്പൊടികളായിട്ട് ഞാൻ ചേർക്കുന്നത് ഗരം മസാല, കുരുമുളക് പൗഡർ, അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ബിരിയാണി മസാലയാണ് കേട്ടോ. ഞാൻ അത്രയും മസാലയാണ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇടാലുള്ളൂ. അതേപോലെ പിന്നെ മല്ലിപ്പൊടി അങ്ങനത്തെ മസാലകളൊന്നും ഞാൻ ഇടലില്ല. ഇതിലേക്ക് ഞാൻ ഇത്രയും മസാലകളെ ഞാൻ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് അത് നല്ലോണം പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇതാക്കുന്നുണ്ട് കേട്ടോ. പച്ചമണം മാറുന്നത് വരെ ഇങ്ങനെ ഒന്ന് മൂടി വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉപ്പുണ്ടോ നോക്കി മസാലയിൽ ഉപ്പുണ്ടോ നോക്കുന്നുണ്ട് കേട്ടോ. ഉപ്പില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പിട്ട് കൊടുത്തതിൻ്റെ ശേഷം കുറച്ച് നേരം ഇളക്കി ഒന്നും കൂടി ആവാണ്ടെന്ന് തോന്നിയപ്പോൾ പിന്നെ ഞാൻ ഒന്നുകൂടി മൂടി വെച്ച് വേവിക്കുകയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് ചേർക്കുന്നത് തൈരാണ് കേട്ടോ. തൈര് ഒരു 3-4 സ്പൂണൊക്കെ ചേർത്തിട്ടുണ്ടാകും. അത്രയും തൈരും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ചപ്പ്, കരിവേപ്പില, പുതിന അങ്ങനത്തെ ഐറ്റംസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊക്കെ ഇതിനിങ്ങനെ നല്ലോണം എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നത് വരെയാണ് ഞാനിതങ്ങനെ നോക്കല്. എനിക്ക് ആ പെർഫെക്റ്റ് ആയിക്കൊണ്ടെന്ന് എനിക്ക് തോന്നല് അങ്ങനെയാണ്. അപ്പോൾ തന്നെ ബീഫൊക്കെ വെന്തിട്ടുണ്ട്. ബീഫ് വെന്തിക്കണമൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബീഫ് അതിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിച്ചിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ആ ബീഫ് അവിടെ ഇങ്ങനെ ബീഫ് അയക്കി ഇട്ടതിന് ശേഷം പിന്നെ കുറച്ച് നേരം കൂടി വേവിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അഥവാ ബീഫിന് വേവ് കുറവോ ഞാൻ മസാലമേലൊക്കെ നല്ലോണം ഒന്ന് പിടിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്ന് അങ്ങനെ ഇതാക്കി വെക്കുകയാണ്. അപ്പോഴത്തേക്ക് ആ ബീഫ് അങ്ങനെ അവിടെ കിടന്ന് വേവട്ടെ. അപ്പോഴേക്ക് നമുക്ക് അതിലേക്കുള്ള ചോറുവാണല്ലോ, ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അതിനെ ഒരു കുടുക്കയിൽ വെള്ളം വെച്ചിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അരിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ഒട്ടിപ്പിടിക്കാതൊക്കെ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് അരി ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. ഇതെങ്ങനെ വെന്തിക്കണോന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. വെന്തിക്കണമെന്ന് കണ്ടപ്പോൾ പിന്നെ ഞാൻ അത് ഊറ്റാനൊക്കെ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് റൈസ് പിന്നെ ആ പാകത്തിന് കിട്ടിയാലേ കേട്ടോ ബിരിയാണിക്കുള്ള നമ്മൾ നല്ലോണം മിക്സൊക്കെ ചെയ്യുമ്പോൾ പിന്നെ നല്ലോണം വേവ് ഏറി കഴിഞ്ഞാൽ നല്ലോണം ഉടഞ്ഞു പോകും. അപ്പോൾ ഇനി ഇത് കുറച്ച് നേരം ഞാനിങ്ങനെ ദമ്മിലിടും ചെയ്യുമല്ലോ. അപ്പോൾ കുറച്ച് നേരം കൂടി വേഗം ഊറ്റും. ഒന്നോട് തളിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് വെന്തിക്കണമെങ്കിൽ അപ്പോൾ തന്നെ ഊറ്റും ചെയ്യും കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ബിരിയാണിയിലേക്കുള്ള ഇതാക്കുകയാണ്. ഉള്ളി, അതായത് വല്യുള്ളിയും അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊക്കെ എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. അതൊക്കെ ഫ്രൈ ചെയ്ത്
ഇടുമ്പോഴാണല്ലോ ഒന്നും കൂടി ടേസ്റ്റ് കൂടാ. ഞാൻ ബിരിയാണി പൊതുവെ വെക്കുകയാണെങ്കിൽ അതൊക്കെ ഇടലും ഉണ്ട് കേട്ടോ. അങ്ങനെ അതും ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിനി നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ദമ്മിടുന്ന പരിപാടിയാണ് കേട്ടോ. അതിന് ഞാൻ ഇടുന്നത് ആ മസാല ഉണ്ടാക്കിയ ബിരിയാണി പോട്ടിൽ തന്നെ കേട്ടോ ഞാൻ ദമ്മിടാറുള്ളത്. അങ്ങനെ ദമ്മിടാനുള്ള പരിപാടി തുടങ്ങുകയാണ്. ആദ്യം ബീഫിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. റൈസ് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഐറ്റംസുകളൊക്കെ ഇടുന്നുണ്ട്. ഞാൻ പിന്നെ ആ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് അധികം എണ്ണ അതിക്ക് പാരും. എന്നിട്ട് അതിന് പിന്നെ മേലെ നമ്മൾ എണ്ണ പാരേണ്ടത് ആ ഫ്രൈ ചെയ്തതിൻ്റെ എണ്ണ തന്നെ കേട്ടോ ഞാൻ ഇതിക്ക് മേലെ ഒഴിച്ച് കൊടുക്കാറുള്ളത്. പിന്നെ അതൊക്കെ ഇട്ടിട്ട് ദം ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഒരു ബീഫ് ബിരിയാണി ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ. കൂടുതൽ അതായത് ബിരിയാണി മസാല, ഗരം മസാല അങ്ങനത്തെ ഐറ്റംസ് മാത്രം ഇട്ടിട്ട് ഇങ്ങനെ ബിരിയാണി വെക്കുമ്പോൾ നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കണം അതേപോലത്തെ ടേസ്റ്റും കാര്യങ്ങളും കിട്ടലുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു പച്ചക്കുത്ത്, അതായത് ഒരു പച്ചൻ്റെ ഒരു ഇതുണ്ടാകൂല, നല്ലോണം മസാല കുത്തും ഉണ്ടാകൂല, അങ്ങനത്തെ നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. ഇങ്ങനെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ ബിരിയാണിയൊക്കെ ദമ്മിട്ട് കഴിഞ്ഞ് പിന്നെ അത് ഇളക്കി യോജിപ്പിക്കണം. പിന്നെ അത് കൊള്ളൂലല്ലോ എഴുതിയിട്ട് വേറെ പാത്രത്തേക്കൊക്കെ മാറ്റുന്നുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ബിരിയാണി, ബീഫ് ബിരിയാണിയുടെ ഒരു ഫൈനൽ ലുക്ക്. കാണാനും രസമുണ്ട്, എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ട്. അങ്ങനത്തെ നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ബീഫ് ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.